importance of maintenance and cleanliness of workshop. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവശ്യത്തിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മോഡ്യൂളിൽ വർക്ക്ഷോപ്പിൻ്റെ മെയിൻ്റനൻസിൻ്റെയും ക്ലീനിങ്ങിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ എക്സസൈസിൻ്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാൻ, ടൂളുകൾ, ഇൻസ്ട്രുമെൻറ്റുകൾ, എക്യുപ്മെൻറ്റുകൾ എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ ആവശ്യമായ എക്സസൈസ്, മെറ്റീരിയലുകൾ, എക്യുപ്മെൻറ്റുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെൻറ്റുകൾ. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരു സെറ്റ്. ആവശ്യമായ എക്വിപ്മെൻറ്റുകൾ നൽകിയിരിക്കുന്നത് പോലെ വർക്ക്ഷോപ്പ് എക്യുപ്മെൻറ്റുകളുടെ ലിസ്റ്റ്. വേസ്റ്റ് ബിന്നുകൾ. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: ല്യൂബ് ഓയിൽ, ഡിറ്റർജന്റുകൾ, കോട്ടൺ വേസ്റ്റ്. വർക്ക്ഷോപ്പ് മെയിൻ്റനൻസിൽ ആദ്യത്തേത് പ്രധാനമായും പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും ആവശ്യമായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റുകൾ ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അറിയുക എന്നതാണ്. ടാസ്ക് 1: സുരക്ഷാ നിർദ്ദേശങ്ങളും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റുകളും. ചില ക്ലീനിംഗ് ഏജന്റുകൾ വിഷാംശമുള്ളവയാണ്. അപകടകരമായേക്കാവുന്ന രാസവസ്തുക്കളുടെ ഉപയോഗത്തെയും സ്റ്റോറിങ്ങിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുക. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് സപ്ലയർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇലക്ട്രിക് എക്യുപ്മെന്റുകളിൽ തീപിടിക്കുന്ന തരത്തിലുള്ള ക്ലീനറോ വെള്ളമോ ഉപയോഗിക്കരുത്. നടക്കുന്ന പാതകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും പ്രൊട്ടക്റ്റീവ് ക്ലോത്തുകളും ഉചിതമായ സേഫ്റ്റി എക്യുപ്മെന്റുകളും ധരിക്കുക. ഇനിപ്പറയുന്ന ടാസ്കുകൾ നിങ്ങൾ നിർവഹിക്കുന്നതിനായി എല്ലാ നിയമനിർമ്മാണപരവും വ്യക്തിഗതവുമായ സേഫ്റ്റി പ്രൊസീജറുകളും നിങ്ങൾ മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ പ്രൊസീജറുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് ചോദിക്കുക. ടാസ്ക് 2: ടൂളുകളുടെയും എക്വിപ്മെന്റുകളുടെയും മെയിൻ്റനൻസ്. വൃത്തിയുള്ള ടൂളുകളും എക്വിപ്മെന്റുകളും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഓരോ പ്രവൃത്തി ദിവസത്തിൻ്റെയും അവസാനം നിങ്ങൾ ഉപയോഗിച്ച ടൂളുകളും എക്വിപ്മെന്റുകളും വൃത്തിയാക്കുകയും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യുക. എന്തെങ്കിലും കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടൂൾ തകരാറിലാണെന്ന് ടാഗ് ചെയ്യുക. ഇലക്ട്രിക്കൽ കറണ്ടിന് ഓയിലിയോ ഗ്രീസിയോ ആയ സർഫേസുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ പവർ ടൂളുകളെ പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നും മുക്തമാക്കുകയും അവയിൽ എണ്ണയും ഗ്രീസും ഇല്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. എല്ലാ വർക്ക്ഷോപ്പ് എക്യുപ്മെന്റുകൾക്കും ഒരു മെയിൻ്റനൻസ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഷെഡ്യൂളിൽ വിവരിച്ചിരിക്കുന്ന വർക്കുകൾ ആവശ്യമുള്ള സമയത്ത് എല്ലായ്പ്പോഴും പൂർത്തിയാക്കുക. എക്യുപ്മെന്റുകൾ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. സാധാരണയായി ഉപയോഗിക്കുന്ന ടൂളുകൾ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലത്ത് വയ്ക്കുക. ഒരു ടൂളോ എക്വിപ്മെന്റോ തിരികെ നൽകാൻ പ്രയാസമാണെങ്കിൽ അത് ഒരു വർക്ക് ബെഞ്ചിലോ തറയിലോ ഉപേക്ഷിച്ചെന്നു വരാം. അവിടെ അത് ഒരു അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസ് വൃത്തിയായി സൂക്ഷിക്കുക. കൂടുതൽ എഫിഷ്യന്റായും സുരക്ഷിതമായും പ്രവർത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വർക്ക് പ്ലേസിനോട് ചേർന്ന് ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിരിക്കണം. വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ ഇടുക. ഓയിലുകൾ, കൂളന്റ്, ഉപയോഗിച്ച കോമ്പോണന്റുകൾ എന്നിവ പോലുള്ള ലിക്വിഡ്, സോളിഡ് വേസ്റ്റുകൾ ശരിയായി സംസ്കരിക്കുക. വേസ്റ്റ് വാട്ടർ സിസ്റ്റത്തിലേക്ക് സോൾവന്റുകളോ മറ്റ് കെമിക്കലുകളോ ഒഴിക്കരുത്. ഇത് പരിസ്ഥിതിക്ക് ഹാനികരവും നിയമവിരുദ്ധവുമാണ്. ഏതെങ്കിലും ക്ലീനിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും കെമിക്കൽ ഗ്ലൗസ് ഉപയോഗിക്കുക. കാരണം ക്ലീനിംഗ് മെറ്റീരിയലുകൾ അമിതമായി എക്സ്പോഷർ ചെയ്യുന്നത് സ്കിന്നിന് ദോഷം ചെയ്യും. ചില സോൾവന്റുകൾ കത്തുന്നവയാണ്. ഓപ്പൺ ഫ്ലെയിമിനോ സിഗരറ്റിനോ സമീപം ഒരിക്കലും ക്ലീനിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കരുത്. ക്ലീനിംഗ് കെമിക്കലുകളിൽ നിന്ന് വരുന്ന പുക വിഷാംശമുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം ഉചിതമായ റെസ്പിറേറ്ററുമായി പ്രൊട്ടക്ഷനും ധരിക്കുക. ടൂളുകളുടെ ബേസിക് മെയിൻ്റനൻസ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി. അവ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നമുക്ക് പഠിക്കാം. ടാസ്ക് 3: ഹാൻഡ് ടൂളുകൾ, ജാക്ക്, പവർ ടൂൾ, മെഷീനറി എന്നിവയുടെ ക്ലീനിംഗ്. ഹാൻഡ് ടൂളുകൾ ക്ലീൻ ചെയ്യൽ. 2 സെറ്റ് ക്യാബിനറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഹാൻഡ് ടൂളുകൾ നല്ലതും വൃത്തിയുള്ളതുമായ അവസ്ഥയിൽ സൂക്ഷിക്കുക.
പ്രിസിഷൻ ടൂളുകളോ കോമ്പോണന്റുകളോ സൂക്ഷിക്കാൻ ലിൻഡ് ഫ്രീ ആയ ഒരു ക്യാബിനറ്റും റസ്റ്റും കൊറോഷനും തടയുന്നതിനായി ഓയിൽ അപ്ലൈ ചെയ്ത ഒരു ക്യാബിനറ്റും ആവശ്യമാണ്. ഫ്ലോർ ജാക്കുകൾ ക്ലീൻ ചെയ്യൽ. ഫ്ലോർ ജാക്കിൽ ഏതെങ്കിലും ഓയിലോ ഗ്രീസോ ഉണ്ടെങ്കിൽ തുടച്ചു കളഞ്ഞ് ഫ്ലൂയിഡ് ചോർന്നിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക. നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്യുക. ആവശ്യാനുസരണം വീലുകളിലും സേഫ്റ്റി സ്റ്റാൻഡുകളിലും പോസ്റ്റുകളിലും ഏതാനും തുള്ളി ഓയിലും അപ്ലൈ ചെയ്യുക. ഇലക്ട്രിക്കൽ പവർ ടൂളുകൾ ക്ലീൻ ചെയ്യൽ. പവർ ടൂളുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഏതെങ്കിലും ഇലക്ട്രിക്കൽ കേബിളുകൾ അഴുക്ക്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് കൂടാതെ ഏതെങ്കിലും ചാഫിംഗ് അല്ലെങ്കിൽ ഓപ്പൺ വയറുകൾ എന്നിവ പരിശോധിക്കുക. ഡ്രില്ലുകൾ ഉപയോഗിച്ച് ചെക്ക് പരിശോധിച്ച് ഇടയ്ക്കിടെ മെഷീൻ ഓയിൽ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുക. എയർ പവേർഡ് ടൂളുകൾ ക്ലീൻ ചെയ്യൽ. എല്ലാ ദിവസവും നിങ്ങളുടെ എയർ ടൂളുകളുടെ ഇൻലെറ്റിൽ കുറച്ച് തുള്ളി ഓയിൽ അപ്ലൈ ചെയ്യുക. ഈ ടൂളുകൾക്ക് മോട്ടോർ ഇല്ലെങ്കിലും തേയ്മാനം തടയാൻ അവയുടെ ഇന്റേർണൽ പാർട്ടുകൾക്ക് പതിവായി ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ഹോയിസ്റ്റുകളുടെയും ഹെവി മെഷീനറികളുടെയും ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഓരോ ഹോയിസ്റ്റിന്റെയും മറ്റ് പ്രധാന ഉപകരണങ്ങളുടെയും ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് റെക്കോർഡ് തയ്യാറാക്കുക. ശ്രദ്ധിക്കുക, അധിക ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവയുടെ പ്രവർത്തന സംവിധാനങ്ങളും അറ്റാച്ച്മെന്റുകളും വൃത്തിയാക്കുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE ഉപയോഗിക്കുക, ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ, എക്യുപ്മെന്റുകൾ എന്നിവ പരിപാലിക്കുക. അങ്ങനെ വർക്ക്ഷോപ്പ് മെയിൻ്റനൻസിന്റെയും ക്ലീനിങ്ങിന്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.